പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഉൽപ്പത്തി 22-ാം അധ്യായം തീർത്തു. അപ്പോൾ അതുവരെയും ഉള്ളതിൽ നിന്നും വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ ഉറച്ച ഒരു നിലപാടാണ്, ഒരു വിശ്വാസിക്ക് വേണ്ടിയ നിലപാടാണ് 22-ാം അധ്യായത്തിൽ കാണുന്നത്. അതായത് എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ കാര്യത്തിനും ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസത്തോട് ജീവിച്ചാൽ എല്ലാം ദൈവം ശുഭമായിട്ട് തന്നെ നമുക്ക് നടത്തിത്തരും. ഏത് പ്രതികൂലങ്ങളെയും, ഏത് പ്രശ്നങ്ങളെയും, പ്രതിസന്ധികളെയും, മാനസികമായ വിഷമതകളും എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച അബ്രാഹത്തിൻ്റെ ആ വിശ്വാസം അത് അത് കാണിച്ചു തരുന്നത്. അത് ഓരോ വിശ്വാസിക്കും വേണ്ടിയാണത്. നമ്മളല്ലാതെ അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങോട്ടുള്ള തലമുറകളെല്ലാം, അബ്രാഹത്തിന് ശേഷം ഇങ്ങോട്ടുള്ള തലമുറകളും എല്ലാം, ഇന്നത്തെ വിശ്വാസികളും എല്ലാവരും തന്നെ ഇത് അനുവർത്തിക്കണം എന്നുള്ളത് ഉദ്ബോധിപ്പിക്കാനാണ് ഗ്രന്ഥകാരൻ ഇവയെല്ലാം കോട്ട് ചെയ്തിരിക്കുന്നത്, അതൊന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 23-ാം അധ്യായത്തിൽ അബ്രാഹാമിൻ്റെ പ്രിയ ഭാര്യ സാറ മരിക്കുന്നു. സംസ്കരിക്കുന്നതിന് അവിടുന്ന് സ്വന്തം സ്ഥലത്ത് വേണം സംസ്കരിക്കാൻ, സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് വേണം. അവിടെ താമസിക്കുന്നത് അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രഭുവാണ്. എന്നാലും അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല, അത് മറ്റ് വിഭാഗക്കാരുടേതാണ്. അവിടുന്ന് അവരുടെ സന്തോഷത്തിൽ അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോൾ അടക്കം നടത്തേണ്ടുന്നതും അവരുടെ കടമയാണെന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങളുടെ ഗുഹയിൽ അടക്കം സംസ്കരിക്കാനുള്ള സ്ഥലമാണ്. അവരന്ന് പഴയ കാലത്ത് ഗുഹയിലാണ് അടക്കുന്നത്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിലും പറയുന്നുണ്ട്, യേശുവിനെയും അന്ന് മരിച്ച ആ ഒരു ഗുഹയിലാണ് അത് അടക്കിയിരിക്കുന്നത്. അപ്പം അതിന് അടക്കുന്നതിന് ഗുഹ അവർ പാറകളിൽ വെട്ടി ഒരുക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും. അപ്പോൾ ലാസറിനെ അടക്കിയിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ അബ്രാഹത്തിനോട് അവർ പറയും, ഞങ്ങളുടെ ഈ ഗുഹകൾ അവിടത്തേക്ക് ഉപയോഗിക്കാം, അതിനൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് പരിപൂർണ സന്തോഷമാണ്. പക്ഷേ അബ്രാഹാം പറയുന്നു, വേണ്ട, നാളെ എൻ്റെ ഭാര്യയെ അടക്കാൻ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഞാൻ അടക്കി എന്നുള്ള വർത്തമാനം വേണ്ടല്ലോ, അടുത്ത തലമുറയിലായാലും വേണ്ടല്ലോ, അതുകൊണ്ട് ഇതെനിക്ക് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞ വിലയ്ക്ക് അവിടുന്ന് ഉടൻ വിലയ്ക്ക് വാങ്ങിയാണ് തൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു കൃത്യം നടക്കുന്നത്. അതായത് പ്രിയ പത്നിയുടെ വേർപാട് അവിടെ അടക്കം സംസ്കാരം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് നമ്മുടെ ഏത് കാര്യത്തിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നിരിക്കെ മറ്റുള്ളവരുടെ ഔദാര്യം എല്ലാ കാര്യത്തിനും അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ് എന്നും കൂടെ ഇവിടെ എടുത്തു പറയുകയാണ്. നമ്മൾ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി വിശ്വാസി ജീവിക്കണം. അപ്പോൾ ദൈവം അതിനെ നടത്തും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ഒരിക്കലും ഒരു കാര്യം നേടാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതാണ് 23-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെയുള്ളത് ദൈവവിരുദ്ധമാണ്, നിഷേധമാണ്, തെറ്റാണ്. കാരണം ദൈവം ആണ് നമ്മളെ നോക്കേണ്ടുന്നത്. കാരണം എന്താണ്, ഇവിടെ ഫിലിപ്പിയർ 3-ാം അധ്യായം 18-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിൻ്റെ പൗരത്വമുള്ളവരാണ് നമ്മൾ. കാരണം ഓരോ വിശ്വാസിയും രണ്ടാം ജന്മം എടുത്തത് ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട്, മാമോദീസ വഴി ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് രണ്ടാം ജന്മമെടുത്ത് ആ രാജ്യത്തിൻ്റെ പൗരത്വം, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ നേടിയിരിക്കുകയാണ്.
എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പൗരത്വം ഇല്ലെന്നല്ല പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള അവരവർ ജീവിക്കുന്ന എല്ലാ രാജ്യത്തിൻ്റെയും അതാത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് അതിനെ ആദരിച്ച് ഭരണഘടനയെ ആദരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടുന്നത്. അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മാവിൻ്റെ ജീവിതം, അതിന് ശരീരം ഇല്ലാതല്ലല്ലോ ജീവിക്കുക, ആത്മാവുള്ളത്, ശരീരമുണ്ട്. അപ്പോൾ ശരീരത്തിൽ നമ്മൾ എല്ലാം ശരീരത്തിൻ്റെ ഇഷ്ടത്തിന്, ലോകത്തിൻ്റെ ഇഷ്ടം, ശരീരത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് അല്ല നമ്മൾ പൊതുവെയുള്ള ജഡീയ സുഖത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെ സ്വർഗരാജ്യം നോക്കിയാണ്, ദൈവരാജ്യം, ദൈവത്തിൻ്റെ രാജ്യം നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ പൗരത്വം അനുസരിച്ച് ലോകത്ത് ജീവിക്കുന്നു. അത് കഴിഞ്ഞാലുള്ള ജീവിതം അനന്തമായ ജീവിതമാണ്. അത് സ്വർഗീയ നിയമങ്ങളനുസരിച്ച് അവിടുത്തെ പൗരത്വം അതിൻ്റെ അനുസരിച്ചാണ്, സ്വർഗത്തിൻ്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടുന്നത്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതം, അതാണ് നമ്മൾ ശീലിക്കേണ്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കാണാം, അപ്പോൾ ഈ 24-ാം അധ്യായത്തിൽ, ബാക്കി 23-ാം അധ്യായമൊക്കെ നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 24-ാം അധ്യായം വരുമ്പോൾ അബ്രാഹത്തിൻ്റെ പ്രായമേറെയായി. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് തൻ്റെ മരണത്തിന് മുൻപ് ഇസ്ഹാക്കിനെ വിവാഹം കഴിപ്പിക്കണം. കാരണം വഴിതെറ്റിപ്പോകാൻ പാടില്ല, ദൈവത്തിൽ നിന്ന് അകലാൻ പാടില്ല മക്കൾ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ വേണ്ടിയത്, നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ ചെയ്തു വയ്ക്കണം മക്കളുടെ വിവാഹങ്ങൾ. കാരണം അല്ലെങ്കിൽ അവർ ഏത് വഴിയിലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ലോകത്താണല്ലോ ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് ബാധകമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അതിനു വേണ്ടി ആലോചിക്കുകയാണ് ഇസ്ഹാക്കിന് ഒരു പെൺകുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ആലോചിക്കുമ്പോഴേ അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഭൃത്യനെ, അതായത് സഹചാരിയെ വിളിച്ച് ആലോചിക്കുകയാണ്, പറയുകയാണ്, നീ പോയി എൻ്റെ ദേശത്ത്, എൻ്റെ സ്ഥലത്ത് പോയി ഒരു പെൺകുട്ടിയെ കണ്ടെടുക്കുക. അവൻ ഇവിടുന്ന് ഉണ്ടാകുക ശരിയല്ല. കാരണം ഇവിടെ വിഗ്രഹാരാധകരാണ്, ദൈവമില്ലാത്തവരാണ്. ദൈവമുണ്ട്, അവർക്ക് സങ്കല്പ ദൈവങ്ങളാണുള്ളത്, യഥാർത്ഥമായ സത്യമായ ദൈവം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അവിടെ പോയി നീ എനിക്ക് ഒരു മകളെ കൊണ്ടുവരണം. അപ്പോൾ അതിന് എൻ്റെ ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി ചെന്ന് കൊണ്ടുവരണം. അത് അബ്രഹാമുമായിട്ട് ദൂരം ഏതാണ്ട് നമുക്ക് അറിയാം. അബ്രഹാം താമസിക്കുന്നത് ഫിലിസ്തീനരുടെ ഇടയ്ക്കാണ്. അപ്പോൾ അവിടുന്ന് ഏതാണ്ട് അബ്രഹാമിൻ്റെ നാട്ടിലേക്ക്, ഹാരാനിലേക്ക് ഏതാണ്ട് 500ഓളം കിലോമീറ്ററോളം ദൂരം വരും. 500ഓളം കിലോമീറ്റർ ദൂരം വരും. അതുകൊണ്ട് അന്നത്തെ കാലത്തുള്ള ആ യാത്രയിൽ ഏതാണ്ട് 30 ദിവസത്തെ യാത്രയുമുണ്ട്. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യം വിവാഹത്തിനുള്ള തിരഞ്ഞെടുപ്പ്, വധുവിനെയോ വരനെയോ തിരഞ്ഞെടുക്കേണ്ടുന്നത് ആലോചിച്ച് നോക്കുക. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ ഞാനായാലും അങ്ങനെ ബുദ്ധിമുട്ടില്ല. നമ്മൾ അവസാനം ഒരുപാട് ആൾ ഇങ്ങനെ നോക്കും, പരിശ്രമിക്കും. അതിൽ നല്ലത് നമുക്ക് തോന്നാവുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരെണ്ണം എടുക്കും. അല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടുകൊടുക്കേണ്ടത്, അങ്ങനെ നമ്മൾ മിക്കവാറും ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയതായാലും, ദീർഘയാത്രയായാലും, ദീർഘമായ അകലത്തിലായാലും, നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായാലും നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് ഒഴിവഴിവ് പാടില്ല. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം തുടർന്ന് നിൽക്കുക തന്നെ വേണം.
അപ്പോൾ അതിനാണ് അവിടെ പോയി ഹാരാനിൽ പോയി ബന്ധുക്കളുടെ അടുത്ത് പോയി അവരുടെ ചാർച്ചയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് പറയുന്നത്. അത് ഫ്രത്യൻ എലയാസർ അത് അനുസരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഈ വിവാഹത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമുണ്ട്, സഹിച്ചേ പറ്റുകയുള്ളെന്നാണ്. അപ്പോൾ നമ്മൾ ദൈവജനത്തിൻ്റെ ഒരു മാതൃകയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം പ്രധാന ഇവിടെ ആ ഒരു വധുവിനെയായാലും വരനെയായാലും തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ടുന്നത് അതിൽ ഒരു പ്രധാനമായിട്ട് നന്മ അവരിലുണ്ടായിരിക്കണം. ഇതാണ് അബ്രഹാം പറയുന്നത്. എന്താണ്? ഈ നാട്ടിൽ നിന്ന് ആകരുത്. അപ്പോൾ കാരണം ആ നാടിൻ്റെ സംസ്കാരം വേറെ, മറ്റ് സംസ്കാരം, എൻ്റെ സംസ്കാരം, ഞാൻ ദൈവമായിട്ടുള്ള സംസ്കാരം ആ ബന്ധത്തിൽ ഉള്ളതായിരിക്കണം. ആ ക്വാളിറ്റി വേണം. അതിനാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ദൈവഭക്തനായിരിക്കണം, അല്ലെങ്കിൽ ദൈവഭക്തയായിരിക്കണം പെൺകുട്ടിയാണെങ്കിൽ, അല്ലാതെ ആകരുത്. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യുന്നതാകരുത്, ദൈവത്തോട് ആരായാതെ ഒന്നും ചെയ്യുന്നതാകരുത്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ദൈവഭക്തനാണെന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഞാൻ ഭക്തനാണ്, പ്രാർത്ഥനകളെല്ലാം മുടക്കാതെ ചെയ്യുന്നു, 7 യാമ പ്രാർത്ഥനകളും ഞാൻ അങ്ങനെ മുടക്കാറില്ല, 2-3 പ്രാവശ്യമായിട്ടെങ്കിലും അത് തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതല്ല നമുക്ക് വേണ്ടിയത്. നമ്മുടെ ഹൃദയം ദൈവത്തോടു കൂടി ചേർന്നതായിരിക്കണം. ചിലപ്പോൾ ഇതിനെല്ലാം മുടക്കം വരും, പക്ഷേ ഹൃദയം ദൈവത്തോട് ചേർന്നതാണെങ്കിൽ ആ മുടക്കവും സ്വീകാര്യമായിരിക്കും ദൈവത്തിൻ്റെ മുൻപിലും. കാരണം അത് വലിയ കുറ്റമായിരിക്കത്തില്ല, വളരെ വലിയ കുറ്റമല്ല, വളരെ ലഘുവായിട്ടുള്ളത്. നമ്മൾക്ക് അതിനെ ഓർത്ത് സങ്കടപ്പെടുക, പശ്ചാത്തപിക്കുക, അപ്പോൾ അത് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മൾ സാധാരണ രീതിയിൽ ഒരു നിസ്സാരമായിട്ട് ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല. അത് വിവാഹത്തിനെയൊക്കെ ഒരുങ്ങേണ്ടുന്ന ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ 24:6-7 വാക്യങ്ങളിൽ പറയുന്ന പോലെ ദൈവഹിതത്തിന് ഇല്ലെങ്കിൽ ഇവിടെ എലിയാസർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ അവിടെ പോയി, പെൺകുട്ടി എൻ്റെ അടുത്ത് തിരിച്ച് വന്നില്ല, എൻ്റെ കൂടെ അവർ വിട്ടില്ല, അതല്ലെങ്കിൽ നടക്കുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രതിജ്ഞ ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്ത് ഞാൻ എന്താണ് ഇങ്ങനെ പ്രതിജ്ഞ എടുപ്പിക്കുന്നത്? ഒരു പക്ഷേ ഇത് നടക്കുന്നതിന് മുമ്പ് അബ്രഹാം മരിച്ചു പോയാലും അവൻ അതിന് ബാധ്യസ്ഥനാണ്. ഈ ഫ്രത്യൻ. അതുകൊണ്ടാണ് പ്രതിജ്ഞ എടുത്ത് അവൻ നടത്തിയിരിക്കണം. അങ്ങനെ അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത്, നീ അതിൽ നിന്ന് മുക്തനായിക്കൊള്ളുകയൊന്നും നടന്നില്ലെങ്കിൽ. പക്ഷേ അത് നടക്കണം, അത് ദൈവം നടത്തിക്കൊള്ളും. അപ്പോൾ നമ്മൾ അതിൽ പറയേണ്ടുന്നത്, ദൈവബന്ധത്തിൽ പടുത്തുയർത്താത്ത ഒന്നും തന്നെ നിലനിൽക്കുകയില്ല, നന്മയായിട്ട് ഭവിക്കുകയില്ല. നിലനിൽക്കുകയില്ലെന്നല്ല, അതിൽ നമ്മൾക്ക് ഗുണമില്ല, പ്രയോജനകരമല്ല, നന്മയല്ല അത് ദൈവബന്ധത്തിൽ പടുത്തുയർത്തണം. അതുകൊണ്ടാണ് ഇത്രയും ക്ലേശിച്ചായാലും ഇത്രയും ദൂരെ നിന്നുള്ള അന്നത്തെ കാലത്ത് ഈ 500ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് 30 ദിവസം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പോകേണ്ടുന്നത്. അപ്പോൾ എലിയാസർ മാത്രമല്ല, കൂട്ടുകാരുണ്ട്, കൂടെ ഉള്ള ഫ്രത്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്നത്. ആ സ്വർഗത്തിലെ പൗരത്വം അനുസരിച്ച്, ആ നിയമം അനുസരിച്ച് പാലിച്ചെങ്കിലേ സ്വർഗരാജ്യത്തിൽ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ 100 വയസ്സ് വരെ വെച്ചു ഏറ്റവും കൂടിയാൽ, അല്ലെങ്കിൽ അതിനോടടുത്ത്, അല്ലെങ്കിൽ അതിനപ്പുറം കുറച്ച് കൂടെ എന്നുള്ള അല്പം കൂടെ. പക്ഷേ ഇത് കഴിഞ്ഞാൽ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ അനന്തമായ ജീവിതമാണ് പിന്നെ ദൈവരാജ്യത്തിൽ ദൈവത്തോടൊത്ത് കഴിയേണ്ടത്. അപ്പം അതിനുള്ള ഒരുക്കത്തിന്, അതിനുള്ള ഒരു തെറ്റുകൾ വരാൻ പാടില്ല. അപ്പോൾ അവിടെ അബ്രഹാം ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ 24 അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ദൂതനെ നിനക്ക് മുൻപായിട്ട് അവിടുന്ന് നിൻ്റെ കൂടെ അയക്കും, നിൻ്റെ മുൻപേ അവിടെ പോയിരിക്കും.
അവിടെ അയച്ച് ഇതിന് വേണ്ടുന്നതെല്ലാം ദൂതൻ പറഞ്ഞ് അവിടെ ഒരുക്കിയിരിക്കും. അപ്പം നമുക്കും ഉള്ളത് ഇതാണ്, ദൈവ രാജ്യത്തിൻ്റെ പൗരത്വമുള്ള നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിലും ശ്രേയസ്കരമാകുന്നതിന് ആകേണ്ടുന്നതിന് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവിടുത്തെ പൗരത്വം തന്ന് നമ്മളെ സ്വീകരിച്ചത് എന്തിനാണ്? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടുന്നത്. ആ ഒരു ദീർഘവീക്ഷണമാണ് നമ്മൾക്ക്. അപ്പോൾ ദൈവത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മളെപ്പോലെ തന്നെ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവും അതിനുവേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് കാര്യം നടത്തണം എന്നുള്ളത്. അതിനുവേണ്ടി ദൈവം തൻ്റെ ദൂതനെ സഹായകനായിട്ട് കൂടെ അയക്കുന്നുണ്ട്. നമുക്ക് മുൻപേ അവിടെ ചെന്ന് കാര്യം നടക്കും. എല്ലായിടത്തും അങ്ങനെ, നമ്മളിങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. ദൂതൻ നിനക്ക് മുൻപേ അവിടെ പോയി നിനക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ശുഭമാക്കുന്നതിന്, മംഗളകരമാക്കുന്നതിന് ഉള്ളത് ചെയ്യും. അപ്പോൾ ഈ ഉറച്ച വിശ്വാസമാണ് നമുക്കൊരു ദൈവവിശ്വാസിക്ക് വേണ്ടിയത്. അപ്പോഴാണ് നമ്മൾ ആ നമ്മുടെ സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തിലെ പൗരത്വത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ പ്രാർത്ഥനാ സ്വഭാവം ഒന്നും ഇല്ലാത്തവർ കൊണ്ടുവരുന്ന ഒരു, നമുക്ക് സാധാരണ സംഭവിക്കുകയാണ്. അപ്പം ബ്രോക്കറൊക്കെ വരും, നമ്മൾ നടത്തും. അതൊരു പ്രാർത്ഥന സ്വഭാവം ഉള്ള ആളാണ്. കള്ളുകൂടിയനും കൊള്ളരുതാത്തവനും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് പണം തട്ടാനുള്ള വഴിയാണ്. പണം കൊണ്ട് എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കുക എന്ന് പറയും, തല്ലിപ്പൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കൊണ്ടുവരുന്നതാണെങ്കിൽ അയാൾക്ക് ലക്ഷ്യം പണം കിട്ടണം രണ്ടിടത്തു നിന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ അപ്പോൾ ആ ആളിനെ നോക്കണം. ഇവിടെ എലിയാസറിനെ നോക്കുക, പ്രത്യേകം ചെല്ലുന്നത് പുറപ്പെടുമ്പോൾ അബ്രഹാത്തിൻ്റെ ഭവനത്തിൽ പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നു. വഴിയിൽ അവിടുന്ന് എത്തേണ്ടുന്ന സ്ഥലത്ത് കിണറിനടുത്ത് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവത്തിന് നന്ദി പറയുന്നു, അവിടം വരെ കൊണ്ടെത്തിച്ചതിന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം നടക്കുന്നെന്നറിഞ്ഞപ്പോൾ, അവിടെ നടന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ബത്തുവേലിൻ്റെ ഭവനത്തിലും അവിടെ ചെല്ലുമ്പോൾ അവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മുടെ കൂടെ വരുന്ന ആൾക്കും നമ്മളെ നയിക്കുന്ന ആൾക്കുണ്ടോ? ഈ ഒരു വക കാര്യത്തിന് അയക്കുന്ന ബ്രോക്കർ എന്ന് പറയും. അപ്പോൾ അവർക്കുണ്ടോ? അല്ലാതുള്ളവരെ സ്വീകരിക്കുക. ഒരു ദൈവവിശ്വാസിയും അല്ലാതുള്ളവരെ കൂട്ടരുത് ഇങ്ങനെയുള്ള കാര്യത്തിന്. കാരണം അങ്ങനെയുള്ളതൊന്നും, ആ ബന്ധങ്ങളൊന്നും ശരിയാകാൻ സാധ്യതയില്ല. പിന്നെ ദൈവത്തിൻ്റെ കരുണയും നമ്മുടെ അപേക്ഷയും കൊണ്ട് ചിലപ്പോൾ ചിലത് ശരിയായെന്ന് വരും എന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ ദീർഘമായ കാരുണ്യം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ബന്ധപ്പെടുന്നതെല്ലാം നമ്മൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തുണയായിട്ട് ദൈവമുണ്ട്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇനി എന്താ ഇത്രയൊക്കെ ഒരുക്കുന്നത്? ഒരു വിവാഹത്തിന് നമ്മുടെ ക്രിസ്തീയ ദർശനം അനുസരിച്ച് ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ, കുടുംബജീവിതം തുടങ്ങുന്നത് അതെന്താണ്? ദൈവവേലയാണ്. ദൈവവേലയുടെ ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. ആ കുടുംബം അങ്ങനെയാണ് കുടുംബം രൂപപ്പെടുന്നത്. അപ്പോൾ ആ കുടുംബം രൂപപ്പെടുമ്പോൾ ദൈവവേലയുടെ ശുശ്രൂഷ അവിടെ നടന്നിരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ സഹകരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്, രണ്ടുപേരും ഒറ്റ ഏക ശരീരമായിട്ട്. അപ്പോൾ അതിൻ്റെ ശുശ്രൂഷകരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. ഒന്നും അറിയാത്ത ഒരുത്തനെ എങ്ങനെ അറിയും? ദൈവ നിഷേധിയായിട്ട് ദൈവം മാനിക്കാത്ത ഒരുത്തനെ. മാനിക്കുന്നതെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോലെ, വാ കൊണ്ട് പറഞ്ഞാൽ മാനിക്കുന്നു, എന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുന്നവനാണെങ്കിൽ ദൈവമായിട്ട് ബന്ധമുള്ളവരെ വേണം ആ കൂട്ടത്തിൽ കൂട്ടാനും അവരെ കൊണ്ട് വേണം ആലോചിപ്പിക്കാനും. അതുകൊണ്ടാണ് പലതും നമ്മൾക്ക് ദോഷമായിട്ട് വരുന്നത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവ ശുശ്രൂഷയാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ദൈവവേലയുടെ ശുശ്രൂഷയാണ്. ദൈവവേല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മളിലൂടെ നമ്മൾ നടത്തുകയാണ്, സഹകരിക്കുകയാണ്, സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ ശുശ്രൂഷയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കോരിന്തോസുകാരുടെ പുസ്തകം 2-ാം പുസ്തകം 6-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പൗരന്മാരാകുമ്പോൾ, ദൈവരായ പൗരന്മാരാകുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിൻ്റെ
ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്തുവിന് വസിക്കാനുള്ള ആലയം കൂടിയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ഒരു സവിശേഷത. നമ്മുടെ ദൈവം നമ്മൾ ഐക്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളിലേക്ക് വരുന്നു, നമ്മളിൽ വസിക്കുന്നു, നമ്മളുടെ ഉള്ളിൽ തന്നെ. അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് ദൂരെ പോയിട്ടില്ല. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് അംഗീകരിച്ച് അതനുസരിച്ച് പോകണം. ദൈവത്തിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ. ദൈവം ആവശ്യപ്പെടാത്തതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പുറപ്പാട് 34:16, നിയമാവർത്തനം 7-3 പുറപ്പാട് 34:16 ഇതിലെല്ലാം പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കാത്തവരുമായുള്ള വിവാഹബന്ധം കർശനമായിട്ട് ഇവിടെ വിലക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മിശ്ര വിവാഹം ചുരുക്കത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് മിശ്ര വിവാഹം. അവർ ദൈവവിശ്വാസിയാകണം. ആദ്യം അവരും ഇതിന് യോഗ്യരാകണം. ദൈവവിശ്വാസിയോട് കൂടി ചേരാനുള്ള വധുവായാലും വരനായാലും അവനും അവൻ്റെ കുടുംബവും ഇതോടെ ചേരണം. അപ്പോഴാണ് നമുക്ക് വിവാഹം നടത്താൻ ഒരു ദൈവവിശ്വാസിക്ക് ആ വരനെ ആയാലും വധുവിനെ ആയാലും സ്വീകരിക്കാനുള്ള അവകാശമുള്ള യോഗ്യതയുള്ള. കാരണം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരരാണ്. ആ വരനും വധുവും എല്ലാം അങ്ങനെയാണ് ആയിത്തീരുന്നത്. അപ്പം നമ്മളൊരു നമ്മൾ ഭാര്യയെ കണ്ടെത്തുമ്പോൾ അവൾ വധു എങ്ങനെയായിരിക്കും? ദൈവരാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കണം അവളും. അപ്പോൾ അതിന് ഉള്ള ഒരുക്കം, ഹൃദയശുദ്ധിയൊക്കെ അവൾക്കുണ്ടായിരിക്കണം, ആ ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെ ആരാധിക്കാത്തവരുമായിട്ട് അല്ലെങ്കിൽ മിശ്ര വിവാഹം അത് പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവരിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മിശ്ര വിവാഹമല്ല. കാരണം എന്താ? ദൈവരാജ്യത്തിലെ പൗരത്വം അവർ സ്വീകരിച്ചു, നമ്മളെപ്പോലെ തന്നെ ഒന്നായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം മിശ്ര വിവാഹത്തിലൂടെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരരാണ്. പിന്നെ ദൈവവേലയുടെ ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു സംസ്ഥാപനമാണ് കുടുംബജീവിത വിവാഹം എന്നുള്ളത്. അവിടെ തുടങ്ങുന്നത് അടിസ്ഥാനമാണ്. അത് അവിടെ പണിയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൽ സഹകരിക്കാത്ത ഒരാളാണ്, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് പങ്കാളി? അങ്ങനെയാണെങ്കിൽ എങ്ങനെ നടക്കുന്നത്? അതുകൊണ്ടാണ് പറയും മിശ്ര വിവാഹം പാടില്ല എന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങോട്ട് നമ്മളെ ദൈവത്തെ അറിഞ്ഞ് അതിൽ ജീവിക്കുന്ന നമ്മുടെ കൂടി ഔദ്യോഗികമായിട്ട് കൂടി ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബന്ധത്തെപ്പറ്റി ആലോചിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ മാത്രമല്ല, ഈ പഴയ നിയമത്തിൽ നമ്മളിപ്പോൾ ഇത് പറയുന്നത് വേറെയുണ്ട്. അപ്പോൾ എസ്രായുടെ പ്രവാചകൻ്റെ പുസ്തകം, പിന്നെ മലാഖിയുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകം, ഇതിലെല്ലാം ഇത് പറയുന്നുണ്ട്. കാരണം നമ്മൾ ആ സംസ്കാരത്തിൽപ്പെട്ട ദൈവജനത്തിൻ്റെ സംസ്കാരത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ അതിനോട് ചേർന്നവർ ആയിരിക്കണം, അല്ലാതെ പാടില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു വിവാഹ ജീവിതത്തിന് അവർ വരനെയോ വധുവിനെയോ അന്വേഷിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത്, നമ്മൾ തീർച്ചയായും ഈ ഭാഗങ്ങൾ ഈ ഉൽപ്പത്തി 24-ാം അധ്യായം നല്ലപോലെ വായിച്ചൊന്ന് ഹൃദയസ്ഥമാക്കണം, ധ്യാനിക്കണം. ഇനി അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ 2 കോറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 18 വരെ 6-ാം അധ്യായം ഒന്ന് വെച്ചു, അത് മുഴുവനും. അതുപോലെ തന്നെ നമ്മൾ നെഹമ്യായുടെ പുസ്തകം 13-ാം അധ്യായം, എസ്രാ പ്രവാചകൻ്റെ പുസ്തകം 9-10 അധ്യായങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം, അതുപോലെ മലാഖി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ച്
ധ്യാനിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരാഴ്ച എടുത്തെന്നും പറഞ്ഞ് താമസമൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അവർ താമസമായിട്ട് വിചാരിക്കരുത്. ഇത്രയും പറഞ്ഞ് ധ്യാനിച്ച് ദൈവത്തിൽ ഫലമേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മളിൽ കൂടി അത് നടന്നിരിക്കുക. ദോഷമായിട്ട് ഉള്ള യാതൊന്നും അതിനകത്ത് ഇടപെടുകയില്ല. നമ്മളങ്ങനെ വായിച്ച് ധ്യാനിച്ചിട്ടാവണം വിവാഹബന്ധത്തിന് അന്വേഷണം നടത്തേണ്ടുന്നത്, അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ക്രിസ്ത്യൻ വിവാഹം എന്ന് പറയുമ്പോൾ ദൈവം നിശ്ചയിച്ചതാണ്. അത് കിട്ടുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. അബ്രഹാം അവിടെ പറഞ്ഞതും അങ്ങനെയാണ്. അപ്പോൾ ഭൃത്യനോട്, അല്ലെങ്കിൽ നീ എന്നിട്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ അത്രയും ദൂരം നമ്മൾ പോകുന്നേ, അത് നടന്നില്ലെങ്കിൽ നീ അതിൽ നിന്ന് വിമുക്തനാണ് എന്നോട് ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന്. അപ്പോൾ അതുവരെ കാത്തിരിക്കണം. ആ സമയം വരെ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അത് എനിക്ക് അത്രയും ദീർഘപ്പെടുത്താൻ പറ്റുകയില്ലെന്ന് വിചാരിക്കരുത്. ഇപ്പം പലയിടത്തും നിന്ന് നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പെൺകുട്ടികൾ, ക്രിസ്ത്യൻ യുവാക്കൾ ഒക്കെ പലയിടത്തും പല വിധത്തിലായി പോകുന്നുണ്ട്. എന്നിട്ട് ആ കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്. എന്നിട്ട് അന്യ മതത്തിലോട്ട് ചേർത്ത് അവിടെ ചെന്ന് കെട്ടിക്കുന്ന ഭാര്യയും മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിലനിൽക്കാത്ത ബന്ധങ്ങൾ പിന്നെ ഉണ്ടാകുന്നുണ്ട്. ആത്മഹത്യയും കാര്യങ്ങളും പിന്നെ അല്ലെങ്കിൽ ഉപേക്ഷിക്കലും കാരണങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ധാരാളം നടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇതുകൊണ്ടാണ് ദൈവ ഇഷ്ടത്തിന് നിരക്കാത്തതായതുകൊണ്ടാണ് അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ ദൈവം നമുക്ക് കുറച്ചൊക്കെ തന്നിട്ടുള്ളതാണ്. എന്നിട്ടും അനുവദിക്കുന്നില്ല. ആ കൂട്ടത്തിലാണ് പിന്നെയും അവരെ തുടരാൻ അനുവദിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് നന്മയായിട്ട് വരുത്തില്ല ഒരു ക്രിസ്ത്യാനിക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പറ്റിയത്, ദൈവിക സംസ്കാരത്തിന്, ക്രിസ്തീയ സംസ്കാരത്തിന് പറ്റാത്തതൊന്നും, ദൈവബന്ധത്തിൽ ഉണ്ടാകാത്തതൊന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിലനിൽക്കത്തില്ല, നന്മയായിട്ട് ഭവിക്കത്തില്ല എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണക്കാക്കണം, ഉറപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം നമ്മൾ ശരിയായിട്ട് നമ്മളെ ഓരോ ദൈവവിശ്വാസികളും, അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അവരവരുടെ വിശ്വാസം എവിടെയായാലും തന്നെ ഇത് വായിച്ച് പഠിക്കണം. അപ്പോൾ മറ്റുള്ളവരൊന്നും ദൈവവിശ്വാസം അല്ല ഞാൻ പറഞ്ഞത്. ഇത് പല സങ്കല്പ ദൈവങ്ങളും ഉള്ള അന്നത്തെ പോലെ അബ്രാഹത്തിൻ്റെ കാലത്തെ പോലെ തന്നെയാണ് ഇന്നത്തെ കാലവും ലോകവും നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവം സത്യമായിട്ടും ഒരു ദൈവമാണുള്ളത്. അതെല്ലാവരും അംഗീകരിക്കണം. അത് ക്രിസ്തു മതത്തിൽ മാത്രമല്ല ഹിന്ദു മതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ദൈവം എന്നാണ് പറയുന്നത്. പിന്നെ പല വ്യാഖ്യാനങ്ങളും പല കാലത്തും പല പിൽക്കാലത്തെ വ്യാഖ്യാന രചനകളിലെല്ലാം വന്ന തെറ്റാണ് ഇന്നത്തെ സ്ഥിതിയിൽ അവരെ കൊണ്ടെത്തിച്ചത്. അത് പലരുടെയും തെറ്റിദ്ധാരണകൾ, അതിൻ്റെ സൃഷ്ടികർത്താവിൻ്റെയൊക്കെ, അതായത് ആ രചനകളുടെയൊക്കെ ഉപജ്ഞാതാക്കളൊക്കെ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തു. അവർക്ക് തെറ്റുപറ്റി. അതാണ് ഇപ്പോഴും അവിടെ ഹൈന്ദവ മതത്തിലുള്ള വ്യത്യാസങ്ങളും അതിലുള്ള കുറവുകളും കുഴപ്പങ്ങളുമൊക്കെ. അല്ലാതെ എല്ലാം അങ്ങ് തെറ്റ് നമ്മൾ മാത്രമൊന്നല്ല. സത്യദൈവത്തെ അവിടെ അറിയാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, സൃഷ്ടവസ്തുക്കളിലൂടെ അവരെല്ലാവരും സൃഷ്ടികളിലൂടെ ദൈവത്തെ ലോകത്തിലെ എല്ലാ ജനതകളും അറിഞ്ഞിട്ടുണ്ട്, എല്ലാ വിഭാഗ ജനതകളും. പക്ഷേ അത് പിന്നീട് വ്യാഖ്യാനിക്കുകയും അത് പകർത്തി എഴുതുമ്പോഴും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ അതിനകത്ത് ആ വ്യക്തിയുടെ ആയിട്ട് ചേർന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കുഴപ്പങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോയിട്ടുള്ളത്. ദൈവം എല്ലാവരെയും ഒരുപോലെ നോക്കിയിട്ടുണ്ട്, ഒരുപോലെ തൻ്റെ രാജ്യത്തിൽ ചേർത്ത് കൊള്ളാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പഠിക്കണം. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അതിൽ നിന്ന് ഓരോ സൃഷ്ടവസ്തുക്കളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യദൈവത്തെ എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കും, അംഗീകരിക്കാൻ സാധിക്കും. അതല്ലാതെ ഉള്ളതാണ് ഇപ്പോൾ ചില വിഷം ചീറ്റുന്ന ചില സർപ്പങ്ങളെ പോലെ ചിലർ ആയിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ളത് അത് സമൂഹത്തിന് മൊത്തം, ലോകത്തിന് മൊത്തം തന്നെ, ഓരോ ദേശത്തിൻ്റെയും മൊത്തം സമാധാനത്തിന് തന്നെ ഭംഗം വരുത്തുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് അയക്കണം. എല്ലാവർക്കും, അറിയുന്നവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇനി എനിക്കൊരു പ്രത്യേക അറിയിപ്പും കൂടെ പറയാനുണ്ട്. ഞാൻ ഒരു
വചനധ്യാന നടത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കഴിവുള്ളവർ, സാമ്പത്തികമായിട്ട് സഹായമുള്ളവർ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യണം. എവിടെയെങ്കിലും സ്ഥലം ഒരുക്കണം. ഒന്ന് ചെറിയ സ്ഥലം ഒരുക്കിയാൽ അതിന് പിന്നെ നമുക്ക് ആ ചിലവാകുന്ന തുകകളൊക്കെ സ്ഥലത്തിനും അതിൻ്റെ ചിലവിനുമൊക്കെ ഉള്ളതൊക്കെ നമുക്ക് സ്തോത്ര കാഴ്ചയായിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ദൈവം അത് വേണ്ടി അതിനകത്ത് തന്നുകൊള്ളും. നമ്മളെ ചിലവ് ആരുടെയും കയ്യിൽ നിന്ന് വഹിക്കത്തില്ല. വഹിച്ചത് നമുക്കത് തിരികെ കിട്ടിക്കൊള്ളും. അപ്പോൾ അതിനെവിടെയെങ്കിലും ഒരുക്കണം. പല കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ നമുക്ക് ജനങ്ങൾക്ക് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. ദൈവികതയിലേക്ക് അവരെ നയിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രോഗി ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കും. പിന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങൾ, ഓരോരുത്തരുടെ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ സാധ്യമാകാൻ രോഗസൗഖ്യം മാത്രമല്ല, എല്ലാത്തിനും തന്നെ ഒരു പരിഹാരമാകാനൊക്കെ നമുക്ക് ആ വേദി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സൗകര്യം കഴിവുള്ളവർ അത് എല്ലാ മതക്കാർക്കും ഉപയോഗിക്കാം. അത് നമുക്ക് ഈ ഇതിൽ പങ്കെടുക്കാം. അത് ശ്രേയസ്കരമായിരിക്കും, നന്മയായിട്ട് വരും. അതിനു വേണ്ടി അതിൽ ഒരുങ്ങണം. ഞാൻ അതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ നേരത്തെ ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, നേരത്തെ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഒന്ന് അന്വേഷിക്കാം. നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം രീതിയിൽ ഇപ്പോൾ ഇവിടെ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അത് നമ്മൾ ഒന്ന് പരിശ്രമിക്കുക, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്നു. ദൈവം നമ്മളെ ആ വഴിയിലേക്ക് നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.